ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ SSBയിലുള്ള കോൺസ്റ്റബിളിൻ്റെ വേക്കൻസിയെ പറ്റിയാണ് പറയുന്നത്. ഇതിന് 404 വേക്കൻസിയാണുള്ളത്. 26 സ്പോർട്സ് ഡിസിപ്ലിനിലാണ് ഇവർ വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. പ്രായം നിങ്ങളുടെ 23 വയസ്സിൽ താഴെയായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 26 സ്പോർട്സ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അത്ലറ്റിക്സ്, വോളിബോൾ, ഹോക്കി, ഫുട്ബോൾ തുടങ്ങി മിക്കവാറും എല്ലാ സ്പോർട്സ് ഡിസിപ്ലിനും ഉണ്ട്. യോഗാസനത്തിന് വരെ വേക്കൻസി ഉണ്ട്. ഇത് ഈവൻറ്റ് വൈസാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അതായത് അത്ലറ്റിക്സ് പോലുള്ള വിഭാഗങ്ങൾക്ക്, സ്വിമ്മിങ്ങിനൊക്കെ ഈവൻ്റ് അനുസരിച്ചായിരിക്കും വേക്കൻസി വന്നിരിക്കുന്നത്. ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയുള്ള വിഭാഗങ്ങൾക്ക് നിങ്ങളുടെ കളിക്കുന്ന പൊസിഷൻ അനുസരിച്ചായിരിക്കും. എന്നാൽ ബോക്സിങ്ങിലും വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും ഒക്കെ വെയ്റ്റ് കാറ്റഗറി അനുസരിച്ചുകൂടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് വെയ്റ്റ് കാറ്റഗറിയിൽ വരുന്നു, അല്ലെങ്കിൽ ഏത് ഈവൻറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് നിങ്ങൾ കളിക്കുന്നതെന്നനുസരിച്ച് നിങ്ങളുടെ വേക്കൻസിയുടെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 404 വേക്കൻസി ഉണ്ട്. ജൂൺ മാസം 7-ാം തീയതിക്ക് മുമ്പാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഓൺലൈനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുകൊള്ളാം. അപേക്ഷാ ഫീസ് 100 രൂപ മാത്രമാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് സാധാരണ സംസ്ഥാനതല മത്സരങ്ങളിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് നാഷണൽ പോയിട്ടുള്ളവർക്കും ഇന്ത്യ പ്രതിനിധീകരിച്ച് ഇൻ്റർനാഷണൽ താരങ്ങൾക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കോൺസ്റ്റബിൾ വേക്കൻസി ഒക്കെ ഉള്ളതായിരിക്കുന്നതുകൊണ്ട് സാധാരണ നാഷണൽ ലെവൽ നമ്മുടെ സ്പോർട്സ് താരങ്ങളായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നതെന്ന് പ്രത്യേകിച്ച് ഓർക്കുക. കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ പെർഫോം ചെയ്തവർക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ ഇവർ ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ ഗോൾഡ്, സിൽവർ, ബ്രോൺസ് നേടിയവർക്ക് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷവും വേക്കൻസി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദേശീയതല മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്ന നിലയിലായിരിക്കും മാർക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ദേശീയതല മത്സരങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ്, ജൂനിയർ ചാമ്പ്യൻഷിപ്പ്, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസും ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസും ഒപ്പം ഇൻ്റർ യൂണിവേഴ്സിറ്റി ഗെയിംസും. അപ്പോൾ ഫെഡറേഷൻ നടത്തിയിട്ടുള്ള മിക്കവാറും എല്ലാ മത്സരങ്ങളും ഇതിന് എലിജിബിൾ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു പരിധിവരെ വിദ്യാഭ്യാസ യോഗ്യത അല്പം കുറവുള്ള 18 വയസ്സിനും 23 വയസ്സിനും ഉള്ളിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ SSB കോൺസ്റ്റബിൾ പോസ്റ്റൊക്കെ ആയി കഴിയുമ്പോൾ സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പോർട്സ് തുടരാനുള്ള സാധ്യത കൂടെ ഉണ്ട്. കാരണം നിങ്ങളുടെ പ്രായം കുറച്ച് 23 വയസ്സിൽ താഴെയാണല്ലോ. ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റൂൾ അനുസരിച്ച് SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷത്തെയും OBC വിഭാഗങ്ങൾക്ക് 3 വർഷത്തെയും ഏജ് റിലാക്സേഷനാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിവരം നമ്മുടെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ നമ്മുടെ കായിക താരങ്ങളെ അറിയിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗിക്കുക. താങ്ക് യു.